വീട്ടുകാരെ വീട്ടുകാരെ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? ശിവന്റെ വീട് ഇതല്ലേ? അതെ അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ല. സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ? അത് നിങ്ങളാണോ? എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. എന്നാ പിന്നെ അച്ഛന്റെ അനുവാദത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? പെങ്ങളെന്നെ മനസ്സിലാക്കാതെയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ല്, അവളവിടെ ഉണ്ട്. ചെല്ല്. ഇങ്ങോട്ട് വന്നു ബേബിച്ചായ. ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നു? നമുക്ക് പോവാൻ സോഫി. അപ്പച്ചൻ സമ്മതിച്ചു. വൈകിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ചായനെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ. അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ. എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? താനല്ലേ അവളെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിനക്ക് ആരും തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. മോള് കരയാതിരിക്കും. നിനക്ക് ഞാനുണ്ട്. വരൂ. അപ്പയ്യ വിട്ടിരിക്കെ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. കൊള്ളാം, നന്നായി. നിന്നെ കുളിപ്പിച്ച് കുറിയും തെടിച്ചു കൊണ്ടുപോകാൻ നേരെ ഉച്ചാവുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നിന്നെ പണയം വെച്ചാൽ കിട്ടും 1000 രൂപ. ചെട്ടിയാർക്കിന്ന് വലിയ സന്തോഷമാകും. ചെട്ടിയാർ വന്നിട്ടുണ്ടോ? കാലത്തെ പ്ലെയിൻ വന്നു, വൈകുന്നേരം പോവും. അയക്ക് നിന്നെ ഒപ്പം പിടിച്ചാച്ച്. ഞാനിന്ന് വരില്ല ശിവേട്ട. എനിക്ക്
ഒരു സ്ഥലം വരെ പോണം. എടി ഇത് അതുപോലല്ല, കൈ നിറയെ കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് കാശ് ഈയിടെ ശിവേട്ടിന് വേറെ ഒരു വിചാരവും ഇല്ല. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ശിവേട്ട. അയാളെ പിണക്കി വിട്ടാലേ നമുക്ക് കിട്ടിയ വലിയൊരു ബന്ധമാ പോകുന്നത്. ഇന്ന് ഞാൻ എങ്ങും വരില്ല ശിവേട്ട. നീ എവിടെ പോന്നു? ഒരു സ്ഥലത്ത്. എവിടെയാണെന്ന് ഒരു ദിവസം ഞാൻ പറയാം. ശിവേട്ടിനെ അറിയിക്കാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ ഒരു രഹസ്യവും എനിക്ക് അറിയണമെന്നില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. 364 ദിവസവും ശിവേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഇന്നൊരു ദിവസം ശിവേട്ടൻ എനിക്ക് തരണം. അത് നാളെ ആയിക്കൂടെ? ഇല്ല ശിവേട്ട, ഇപ്പൊ ഞാൻ വരില്ല. വൈകുന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ സൗകര്യം കാത്തു നിൽക്കാൻ അയാളാരാ? നിന്റെ വേലക്കാരനോ? എങ്കിലും അയാൾ പോട്ടെ. അയാളെ കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അയാൾ വലുതാണ്. അയാളെടുത്ത് നീ വരണം. ശിവേട്ടൻ നിർബന്ധിക്കരുത്. എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് വരില്ല. തീർച്ചയായും വരില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശിവേട്ട. എനിക്ക് നിന്റെ കൊഞ്ചലൊന്നും കേൾക്കണ്ട. നീ വരുമോ ഇല്ലയോ? ഇല്ല. അത്രയ്ക്ക് അഹങ്കാരോ? ശിവേട്ട, ഞാൻ വരാം ശിവേട്ട. എനിക്കും ഇത് ശീലിക്കണ്ടേ? ചെട്ടിയാർക്ക് നിന്നെ മാത്രം ഇഷ്ടാവൂന്ന് കരുതണ്ട. വേഗം ഒരുങ്ങ. Happy birthday to you. Happy birthday to Solo. ഇതാ. അവള് വന്നോ? വന്നു. അപ്പുറത്തുണ്ട്. ഓ, മദാമ എത്തിയോ? നിന്നെ വാങ്ങാൻ ചെട്ടിയാരേക്കാൾ പണമുള്ളവർ ആരടി ഇവിടെ ഉള്ളത്? ഞാൻ എന്നെ വിൽക്കാൻ പോയതല്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മൾ തമ്മിലുള്ള പങ്കുവെച്ചോടം ഇന്ന് അവസാനിക്കുകയാണ്. ശിവേട്ട, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിൽ ഒരു പങ്കുവെച്ചോടം മാത്രമാണോ ഉണ്ടായിരുന്നത്? അതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? അങ്ങനെയാണോ നമ്മൾ ഇതുവരെ ജീവിച്ചത്? ആ, ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാൽ മതി. ശിവേട്ടനെ ആദ്യമായി ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാനും അങ്ങനെയാ വിചാരിച്ചത്. പിന്നീട് അതല്ലാതെയായി. ശിവേട്ടൻ എന്റെ എല്ലാമായി. എനിക്കാരുടെ സ്വന്തമാകാൻ കഴിയില്ല. എന്നെ ആർക്കും വിൽക്കാനും ഞാൻ തയ്യാറല്ല. ശിവേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ? എന്റെ എല്ലാമായി ഞാൻ ശിവേട്ടനെ സ്നേഹിച്ചതല്ലേ? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചാണ്. ആ സ്നേഹമാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇന്ന് എനിക്ക് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് മാത്രം. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനു മുമ്പ് നീയും ഞാനുമായിട്ടുള്ള കണക്ക് പറയണം. അതിനാണ് നീ വരുന്നവരെ ഞാൻ കാത്തുനിന്നത്. എന്റെയും നിങ്ങളുടെയും എന്നൊരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എല്ലാം നമ്മുടേതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാനങ്ങനെ കരുതുന്നില്ല. നമുക്ക് കിട്ടിയത് നമുക്ക് പങ്കുവയ്ക്കാം. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. ശിവേട്ട, എന്താ മടിയുണ്ടോ? ഓഹരിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. നാളെ എന്തെങ്കിലും ആ ഓഹരിക്ക് വേണ്ടി നീ കണക്ക് പറയാതിരിക്കാൻ വേണ്ടിയാ. ഇതാ കിട്ടിയത് മുഴുവൻ ഇതിലുണ്ട്. ഇത് മുഴുവൻ ശിവേട്ടനെടുക്കാം. ഇതാ പകുതിയിലധികം ഇതിനകത്തുണ്ട്. വാങ്ങാൻ നിന്റെ സൗജന്യമൊന്നും എനിക്ക് ആവശ്യമില്ല. നാളെ ഞാൻ പോകും. ഞാൻ മാത്രമല്ല, ഞാനും സോഫി.
എങ്ങോട്ടെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. എങ്ങോട്ടാണെന്ന് പറയാൻ എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എന്തിനാണെന്ന് പറയാം. പണം ഉണ്ടാക്കാൻ. കൂടെ ഞാനും വരാം ശിവേട്ട. ശിവേട്ടന് ഒരിക്കലും ഞാനൊരു ശല്യമാവില്ല. വേണ്ട, നീ എന്നെ സ്നേഹിക്കുന്നവളാണ്. എന്നെ സ്നേഹിക്കുന്നവരാരും എന്റെ കൂടെ പാടില്ല. വരട്ടെ ചേച്ചി. നീ വരുന്നുണ്ടോടി? ശിവേട്ട, പോകരുത് ശിവേട്ട. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേ ശിവേട്ട. ശിവേട്ട, പോകരുത് ശിവേട്ട. ശിവേട്ട, സോഫി ആദ്യമായി വീട്ടിൽ വന്നപ്പോ എന്നെ കുറിച്ച് സോഫിയോട് ശിവേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ശിവേട്ടന്റെ ഭാര്യയാണെന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ശിവേട്ടനും കൂടി ചോറ് തരാൻ വേണ്ടിയാണ് ഞാൻ കണ്ടവരുടെ കൂടെ പോയത്. ശിവേട്ടനെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായത്. ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ. സോഫി, ഒന്ന് പറയൂ സോഫി. നീ വരുന്നുണ്ടോ? ശിവേട്ട, ഓടി അവിടുന്ന്. ഓ.